പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ അവിടുന്ന് തുടർന്ന് സഹായിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. Greetings to all of you in the matchless name of our Lord and Savior Jesus Christ. നമ്മൾ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. Up until now we've been able to experience the presence of God. അല്പസമയം നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പാകെയായിരിക്കാനായിട്ട് പോകുകയാണ്. And so we're going to be in the presence of the Word of God for a few moments. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ദൈവവചന ഭാഗമാണ്. Shall we read the Gospel of John chapter 6 verse 27, which is very familiar to all of us. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. And we just read a very familiar passage to all of us. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. So do not labor for the food which perishes, but for the food which endures to everlasting life, which the Son of Man will give you, because God the Father has set a seal on him. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, And as we study about the ministry of our Lord Jesus Christ, യോഹന്നാനാണ് മറ്റ് 3 സുവിശേഷന്മാരും എഴുതാത്തതായിട്ടുള്ള സയൻസ് and wonders and miracles രേഖപ്പെടുത്തിയിരിക്കുന്നു. And so John points and writes about a few signs and wonders and miracles that the other 3 gospel writers did not allude to. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, As we study the Gospel of John, കാനാവിലെ കല്യാണം യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. and so the wedding at Cana was written by John alone. Praise God. Hallelujah. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതായിട്ടുള്ള വിഷയമായാലും, ഈ ബെഥസ്ദ കുളക്കരയിൽ കിടന്നതായ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ഇതെല്ലാം യോഹന്നാനാണ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And so John includes the miracles such as the resurrection of Lazarus and the healing at the pool of Bethesda. ഇവിടെ നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ ഭാഗം അതിൻ്റെ 6-ാം അധ്യായം ആരംഭം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് വലിയൊരു പുരുഷാരത്തെ പോഷിപ്പിച്ചതായിട്ടുള്ള കാര്യം 4 സുവിശേഷന്മാരും എഴുതിയിട്ടുണ്ട്. And so as we study the beginning of this chapter, we see how Jesus fed the 5,000 with 5 loaves of bread and 2 fish, and this is included in all four Gospels. അപ്പോൾ അതിന് എന്തോ അല്പ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And so we can understand that there is something special about it. ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവ് ചെയ്ത ഫസ്റ്റ് സൈൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ് ഫസ്റ്റ് സൈനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And if we were to ask what is the first sign or the first miracle that Jesus performed, it is turning water into wine. സെക്കൻഡ് സൈനാണ് രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നത്. And so the second sign is the healing of the ruler of the synagogue. മൂന്നാമത്തെ സൈനാണ് 38 ആണ്ട് രോഗം ബാധിച്ചു കിടന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. And the third sign was the healing of the man who was afflicted for 38 years. നാലാമത്തെ അടയാളമാണ് സൈനാണ് ഫീഡിംഗ് ദ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5000-ത്തെ പോഷിപ്പിച്ചത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. We are കഴിയും. able to see the fourth sign here in chapter 6 of Jesus feeding the multitude. ഇനി 5-ാമത്തെ സൈൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് വാക്കിംഗ് ഓൺ ദ വാട്ടർ, വെള്ളത്തിൽ കൂടെ നടന്ന ആ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And so the fifth sign, we are able to see Jesus walking on water. അപ്പോൾ ഇങ്ങനെ ഓരോ അടയാളങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ചെയ്തത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. And so it is written in the Gospel of John, all these signs and wonders one after the other. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കർത്താവായ യേശു ക്രിസ്തു എല്ലാറ്റിൻ്റെയും മാസ്റ്ററാണ്. And so one thing that we can understand as we study and reflect upon these passages is that Jesus is the master of overall. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെയൊക്കെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്നത് അവൻ നമ്മുടെ മാസ്റ്റർ ആയതുകൊണ്ടാണ്. And so as we go through various difficulties or trials or situations in our life, Jesus is our master to whom we can come and say Abba and call out Abba Father. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സമയം മനസ്സിലാക്കേണ്ടത് കർത്താവാണ് നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കർത്താവാണെന്ന് ഇന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കണം. And so this morning we need to understand that it is Christ Jesus who controls everything in our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. And so we need to understand that God controls various situations as we go through those difficulties, that it is Him who controls those things. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കാറ്റും കടലും ഒക്കെ ആ മാസ്റ്ററിന്റെ കയ്യിൽ ഹല്ലേലൂയ അടങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. And so the wind and waves that approach us and assail us, it is being controlled by the mighty hand of our master. ഒന്നിനും അവരെ തകർക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുകയാണ്. And so God is controlling, Jesus is controlling all these various aspects that assail us and not allowing them to destroy us. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ he will be the master. And so when an unexpected storm assails us, He will be our master. നമുക്കറിയാം ഭൂതം ബാധിച്ചതായിട്ടുള്ള മനുഷ്യനെ ആർക്കും കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ കൺട്രോളായി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Hallelujah. We are able to see the demon-possessed man was not under the control of any man, but when Jesus spoke a word, he came under the control of that mighty word of Jesus. അത് മാത്രമല്ല 12 വർഷം രോഗബാധിതയായിരുന്ന ആ സ്ത്രീയെ ആർക്കും ജീവിതത്തിൽ ചികിത്സിക്കുവാനായിട്ട് പറ്റാതെ ഇരുന്നപ്പോൾ യേശു അവളെ സൗഖ്യമാക്കി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. We are able to see that how Jesus was able to heal the woman who was afflicted by the flow of blood for 12 years and how she was not medically able to be cleared by any of the doctors. Jesus was able to heal her. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരട്ടെ, അപകടകരമായ ഒരു വിഷയം കടന്നു വരട്ടെ, അല്ലെങ്കിൽ മരണം കടന്നു വരട്ടെ, അല്ലെങ്കിൽ ഡിമോണിക് പൊസഷനിൽ കൂടെ കടന്നു പോകട്ടെ, ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. So no matter what issues arise in our lives, whether it be sickness, whether it be life-threatening issues, whether it be death, or whether it be demon possession, Jesus is in the midst of it to be able to control all of it. അപ്പോൾ കർത്താവാണ് എല്ലാറ്റിൻ്റെയും മാസ്റ്റർ എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. And so the knowledge that Christ Jesus is the master of all should be in our hearts. ഇവിടെ നമ്മൾ ഈ 6-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു 5000 പോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And as we see and read from John chapter 6 verse 1 onwards, we see how Jesus feeds the multitude. മരുഭൂമിയിലും he is the master. He is the master in the wilderness. മരുഭൂമിയിലും കർത്താവാണ് അതിന്റെ മാസ്റ്റർ. And so even in the wilderness, Christ Jesus is its master. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ വലിയൊരു പുരുഷാരം
കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. And so we are aware, we are able to see how a great multitude followed Christ Jesus. കർത്താവിന്റെ കൂടെ കടന്നു വന്ന ആ ബഹു പുരുഷാരത്തെ കർത്താവ് പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് ആ മരുഭൂമിയിലായിരിക്കുക. And so Jesus is in the wilderness with the great multitude that has followed him, and he's teaching them many great things. അവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തന്നെ ഫോളോ ചെയ്ത ജനത്തോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. We see a great and wonderful Christ Jesus who shows compassion to the great multitude that has followed him. കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ ഒരു വലിയ പുരുഷാരം കടന്ന് വന്ന് അവന്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷാരത്തെ കണ്ട് അവരോട് ആലോചന പറയും മാത്രമല്ല ഹല്ലേലൂയ ഒരു രണ്ടുപേരുടെ നേരെ മധ്യത്തിലും ഒരാളിന്റെ മധ്യത്തിലും ഹല്ലേലൂയ ദൈവം അവരെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ അറിയിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കർത്താവ് അവിടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ മാർത്ത ജീവിതത്തിലെ പല പല കാര്യങ്ങളിൽ കുഴങ്ങി മുൻപോട്ട് പോകുമ്പോൾ മറിയ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. ഞാൻ ഇച്ചിരി ദീർഘമായിട്ട് അങ്ങ് പറഞ്ഞു പോയി. And so as we study the life of Martha and Mary, how Martha was concerned with the cares and the worries of this world and the different physical activities that she had to do, Mary chose the right thing, that is to sit at the feet of Jesus and hear the words that came out of his mouth. Even as Jesus taught in the wilderness to the great crowds that were following him, the words that they heard coming out from the mouth of God, mouth of Jesus, were the teachings of the word through the word of God. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരാളുണ്ടെങ്കിലും കർത്താവിനൊരു ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് കഴിയും. And so even if there is just one person, Jesus is able to take a Bible study. Hallelujah. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഇവിടെ കാണുന്നത് ഇതെല്ലാം കർത്താവ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സലിവിലാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത്. And so if you were to ask, how did Jesus do this? Christ Jesus did through the compassion that he had on the people. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, And so this morning, if you were to ask what it is that we need to understand, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും അനുഭവിപ്പാനും ഹല്ലേലൂയയ്ക്കും കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്നതെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. and so this understanding should dwell upon us, that we are able to experience all these vast and various things only because of the compassion that Jesus showed upon us. പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ അവൻ കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ മൂവ്ഡ് വിത്ത് കമ്പാഷൻ ഹല്ലേലൂയ ദൈവത്തോട് അവരെ സമീപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. And as Jesus saw the multitude were like sheep without a shepherd, he was moved with compassion for them. അവരുടെ രോഗികളെ കണ്ട് അവൻ മനസ്സലിഞ്ഞു. And so as he saw those who were afflicted with various sicknesses, he was moved with compassion for them. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും വിടുതലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സലിവിലുള്ള കെയർ ഓഫിലാണ് ഇതെല്ലാം നമ്മുടെ ജീവിതം നടക്കുന്നത്. So when we seek deliverance from Jesus, we need to understand that it is through the care of his compassion that he has on us. നമ്മൾ ഈ ന്യൂ ടെസ്റ്റമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, as we study the New Testament, എവിടെല്ലാം നമ്മൾ പരിശോധിച്ചോ രോഗികളെ ഒക്കെ കണ്ട് മനസ്സലിഞ്ഞ ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. So whichever passage we were to examine, we are able to see Christ Jesus having compassion on those who were afflicted with various sicknesses or illnesses. മോനെ ഇവിടുത്തെ ടൈം അങ്ങ് പോയോ? യെരിഹോവിലിരിക്കുന്ന 2 കുരുടന്മാരെ കുറിച്ച്
ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. And we see the two blind, afflicted with blindness on the way through Jericho. അവർ ഉറക്കെ ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് ഇടയായി. And so they cried out loudly to Christ Jesus. യേശു മനസ്സലിഞ്ഞ് അവരെ തൊട്ടു എന്നാണ് കാണുവാനായിട്ട് And we are able കഴിയുന്നത്. to see that Jesus had compassion on them and touched them. അപ്പോൾ യേശുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മനസ്സലിവിനകത്ത് ലഭിക്കുന്ന നന്മകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ളത്. And so we are able to experience the blessings that come out of the compassion of Jesus upon our lives. കർത്താവ് എവിടെല്ലാം മനസ്സലിഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം ജീവിതത്തിൽ വിടുതൽ നടന്നിട്ടുണ്ട്. And so wherever Jesus has shown compassion, there was deliverances in those lives. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ പുരുഷാരത്തെ പഠിപ്പിച്ചതിനകത്തും കർത്താവിന്റെ ഒരു കമ്പാഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And so the fact that Jesus taught the great multitude that followed him, it reflects, it shows upon the compassion that he had on them. അപ്പോൾ മനുഷ്യരോടുള്ള അലിവിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവൻ അവരോട് ദൈവവചനം പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതൽ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. And as Jesus taught the word of God to the multitudes, we see that there was deliverances among them. അത് മാത്രമല്ല, വിടുതൽ മാത്രമല്ല, ഹല്ലേലൂയ അവിടെ കടന്നു വന്നവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകുവാനായിട്ടിടയായി. It was not only deliverance that all the people who were gathered there was great relief amongst them. ഈ പുരുഷാരമെല്ലാം ഇങ്ങനെ കൂടി വരുമ്പോൾ കർത്താവിനറിയാം അവരുടെ എല്ലാം ഉള്ളിലുള്ള ഇന്റൻഷൻ എന്താണ്. And so Jesus is very well aware about the intentions of the heart of those who were gathered there among the great multitude. അവരുടെ ഉള്ളിലെ ഇന്റൻഷൻ എല്ലാം നല്ലതായാലും മോശമായാലും ഹല്ലേലൂയ കർത്താവ് ഓ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ മനസ്സലിവിൽ അവരോട് കരുണ കാണിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. And so we, even though the intentions were good or bad, we see how Jesus, out of the compassion of his heart, he showed them great mercy. അപ്പോൾ നമ്മൾ ഈ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, as we study this chapter 6, അവർ ആയിരിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ മരുഭൂമിയോ, and the place that they are is known as a wilderness. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ സിറ്റുവേഷനിൽ നോക്കണം. മരുഭൂമിയായിരിക്കുന്നു. ജനം 3 നാളായി യേശുവിനോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ വായിന്നുള്ള വചനത്തെ എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. And so we need to understand the situation that the people are in, where they followed Jesus and heard from his mouth for 3 long days and nights. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നിനക്കറിയത്തില്ലേ ഇത് മരുഭൂമിയാണ്, സന്ധ്യയായി, ഇവരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. And so the disciples come to Jesus and say, Jesus, you know how this is the wilderness, shall we all disperse them to go back to their homes? അത് മാത്രമല്ല, ഇത്ര വലിയൊരു പുരുഷാരത്തിന് അല്പാൽപം കൊടുക്കുന്നതിന് വേണ്ടി 200 പണം മാത്രമേ കയ്യിലുള്ളൂ എന്ന് അവർ കർത്താവിനോട് പറയുകയാണ്. And so the disciples tell Jesus to be able to feed them even a little, we do not have 200 denarii worth of bread is not sufficient to be able to do that. ആ സമയത്ത് കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ അവർക്ക് ആഹാരം കൊടുക്കണം. And so at that moment Jesus tells to Philip, give them something to eat. എന്താണ് ഈ ഫിലിപ്പോസിനോട് കർത്താവ് ഇത് പറയുവാനായിട്ടുള്ള Why കാര്യം? is it that Jesus said this to Philip? ആർക്കെങ്കിലും അറിയാം? Does any one of us know? അവൻ ബെയ്സദക്കാരനാണ് ഈ ഫിലിപ്പോസ്. Oh, okay. He comes from Bethsaida. കർത്താവ് ഈ ഫിലിപ്പോസിനോട് പറയാൻ കാര്യം, ഈ ഫിലിപ്പോസിന് നല്ലോണം അറിയാം എവിടെ കടകളുണ്ടെന്ന്. Okay, so the reason why Jesus told this to Philip or asked this of Philip was because he knows exactly where the shops are. നമ്മളെ സഭായോഗത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന പറഞ്ഞാൽ ഫുഡ് അവിടെ എത്തിയിരിക്കും. And so we are very well aware of how we are able to order food online, and by the time as we are sitting and by the time we reach home, the food is delivered.
ഏഴാമത്തെ വാക്യം 6:7 വായിക്കുമ്പോൾ ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. And so we read in verse 7, Philip answered him, 200 denarii worth of bread is not sufficient for them, and every one of them may have a little. That every one of them may have a little. അപ്പോൾ ഇവിടെ ഫിലിപ്പോസിന്റെ കാഴ്ചപ്പാട്, ഒരാളുടെ കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത്. And so we are able to see how Philip viewed things, his perspective. Praise God. Hallelujah. ഇന്നത്തെ കാലത്ത് നമ്മളായിരിക്കുമ്പോൾ പണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടാം എന്നുള്ളൊരു ചിന്ത ഇന്ന് ലോകത്ത് മനുഷ്യനെ ഭരിക്കുന്നുണ്ട്. And so there is this thought or this understanding that we are able to acquire among the people of this world, that we are able to acquire anything with money. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ഗോളത്തെയും അത് ബാധിക്കുന്നുണ്ട്. And so it is also affecting the spiritual realm in our lives. പണം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം സത്യമാകും. And so if there is money in our lives, everything is possible. പണം ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. And so we need to understand that the money is not the answer to everything. അതിൻ്റെതായിട്ടുള്ള ഉദാഹരണങ്ങൾ ഒത്തിരി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ ഇപ്പോൾ കടന്നു വരാം. And so the examples for that, we may have various examples that may come to mind. കർത്താവ് പറഞ്ഞു, ഒരു സമയത്ത് രണ്ട് മാസ്റ്ററിനെ നമുക്ക് സേവ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. And so Jesus said we are not able to serve two masters at the same time. ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് നമുക്ക് പിന്തുടരുവാനായിട്ട് കഴിയത്തില്ല. We are unable to follow both God and Mammon at the same time. രാവിലെ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ മാസ്റ്റർ. And so this morning we need to understand that in my life and in yours, Jesus Christ is our master. യേശു എൻ്റെ ജീവിതത്തിൽ തരുന്ന ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. There is a peace and joy that Jesus gives to each of us in our lives. Praise God. Hallelujah. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ തരുന്ന ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. And there is a hope that Jesus gives to our lives. ഈ രാവിലെ സമയം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം, പണം കൊണ്ട് ഒന്നും ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. And so we all need to understand for ourselves that we are unable to acquire anything with money in our lives. അപ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് കണ്ടു, ഫിലിപ്പോസിന്റെ ഒരാളുടെ അഭിപ്രായം. And so we were able to see the perspective through the eyes of Philip. ഇനി 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 6:8, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്വവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. And so we are able to see in another perspective in verse 8 and 9. One of his disciples, Andrew, Simon Peter's brother, said to him, there is a lad here who has 5 barley loaves and 2 small fish. But what are they among so many? രണ്ടാമത്തെ ആളിന്റെ ഒപ്പീനിയൻ. And so it is the opinion of the second person. Praise God. അപ്പോൾ ഈ അന്ത്രയോസ് എന്നാ പറഞ്ഞത്, ഇവിടെ ഒരു ബാലകനുണ്ട്, Praise God, അവന്റെ കയ്യിൽ 5 യവത്വവും 2 മീനുമുണ്ട്. Praise God. So what is it that Andrew said? Here is a lad with 5 barley loaves of bread and 2 small fish. ഈ അന്ത്രയോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയത്തില്ല. And so if we were to study the life of Andrew, how was he able to find this out? അപ്പോൾ നമ്മൾ നോക്കും 5000 പുരുഷന്മാർ. അപ്പോൾ 5000 പുരുഷന്മാർ ഏകദേശം ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടി ഒരു 20,000 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. And so shall we imagine for a moment that as we see that there are 5,000 men, including the wives and the children, there could be 20,000. അപ്പോൾ നോക്കുക,
അപ്പോൾ അവിടെ ഒരു ബാലകൻ്റെ കയ്യിൽ ചെറിയൊരു ലഞ്ച് ബോക്സ്. ഇന്നത്തെ കൊണ്ട് CCTV യാതൊരു ക്യാമറയുടെ സിസ്റ്റവും അങ്ങനെയില്ല. ഈ പുള്ളി എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്നുള്ളതാണ്. And the fact that that there were no CCTVs, closed circuit TVs or cameras there, how was it possible for Andrew to be able to hone in and find this lad with his lunchbox? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അഡൾട്ടിന് കഴിക്കാനുള്ള ഭക്ഷണം പോലും അതിനകത്തില്ല. ഒരു 5 ചെറിയ ബ്രെഡ് തൻ്റെ അമ്മ, ആ കൊച്ചു ബാലകൻ്റെ അമ്മ അവന് കൊടുത്തു വിട്ട ചെറിയൊരു ലഞ്ച് ബോക്സ്. And so we need to understand that this food is not even sufficient to feed an adult grown man because it was packed by the mother of this young lad. എന്നിട്ട് എന്താണ് ഈ അന്ത്രയോസ് പറഞ്ഞത്? And what is it that Andrew said? ഇത് ഒന്നിനും ഉപകരിക്കത്തില്ല എന്നവിടെ പറയുക. And so Andrew says it is not sufficient for anything. ശിഷ്യന്മാരിൽ ഒരുത്തനായ സീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീൻ, എങ്കിലും അവിടെ ഒരു ബട്ട് വരുന്നുണ്ട്. And so as we consider the passage, we see that there is that word but that is interjected over there. ഒരു ബട്ടിന് ശേഷം അപ്പുറത്ത് ഒരു ബിറ്ററാണ് പിന്നെ വരുന്നത്. And so after the but there's a bitter portion. എങ്കിലും But ഇത് എത്ര പേർക്ക് അത് ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. what are they among so many? അപ്പോൾ രണ്ടാമത്തെ ആളിന്റെ ഒപ്പീനിയൻ. And so it is the perspective or the opinion of the second person. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞത്? And what is it that Jesus says here? കർത്താവ് ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിലുള്ളത് അല്പം, എന്നാൽ ഹല്ലേലൂയ നിങ്ങളത് എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. So even though what is in your hand is very limited, bring that to me. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അല്പത്തെ നമ്മൾ നോക്കിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നമ്മുടെ ആവശ്യത്തിൻ്റെ വലിപ്പത്തെ നമ്മളങ്ങ് കണ്ടിട്ട്, ഹല്ലേലൂയ, മനസ്സ് തകർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ് ഈ പ്രഭാതത്തിൽ നമുക്കുള്ളതെങ്കിൽ ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലുള്ള അല്പത്തെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. And so if you are here this morning broken-hearted, seeing the great need in your life and seeing the very little in your hands, Jesus is calling unto you, come to me with the very little that you have. നമ്മുടെ കയ്യിലുള്ള അല്പത്തിനകത്ത് വ്യാപരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. We need to understand that there is a divine power that is at work within the little that we have in our hands. എൻ്റെ കയ്യിലെ അല്പമല്ല വിഷയം, എൻ്റെ കയ്യിലുള്ള അല്പത്തെ, ഹല്ലേലൂയ, ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു മിറക്കിളാണ് ഇന്ന് രാവിലെ സമയം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കേണ്ടത്. It is not the concern that it is what is in our hands, it is little, but it is the miracle that is going to happen once we hand over the little in our hands to the one that can perform it. ഇന്ന് രാവിലെ സമയം വളരെ ഓപ്പണായിട്ട് ദൈവമക്കളോട് പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നേടിയത് നമ്മൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടോ കൂട്ടി വെച്ചിട്ടോ ആണോ? അല്ല, നമ്മുടെ അല്പത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, ഹാൻഡ് ഓവർ ചെയ്ത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, ഒരു അമാനുഷ്യമായിട്ടുള്ള ഒരു മിറക്കിൾ അവിടെ നടന്നു. Dear children, we need to understand that we did not gain anything by our own power. It is only because of the miracle working hand of God, the supernatural power of God. Once we handed over the very little in our hands over to God, that He performed that we gained something. 10ാമത്തെ വാക്യം, ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും
വേണ്ടുവോളം കൊടുത്തു. Verses 10 and 11, that Jesus said, "Make the people sit down. Now there was much grass in the place, so the men sat down in number about 5,000. And Jesus took the loaves, and when he had given thanks, he distributed them to the disciples, and the disciples to those sitting down, and likewise of the fish, as much as they wanted." ഇവിടെ ചരിത്രം ആകെ മാറി. And so here we see history changed. ഹല്ലേലൂയ. 12 കൊട്ട ബാക്കി വരുവാനായിട്ട് സാധിച്ചു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അല്പത്തെ കർത്താവിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന എൻ്റെ മാസ്റ്റർ ജീവിക്കുന്നു. And so if we are able to hand over whatever we have in our hands, whatever little we have in our hands, our master is able to perform the miracle just like he did there, where 12 baskets full were gathered and remaining. ഇന്ന് രാവിലെ സമയം ആ വല്ലഭമാർന്ന ആ കരത്തിന്റെ വലിപ്പത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് And so it is ആവശ്യമായിരിക്കുന്നു. very important that we need to understand the immensity of those hands in our lives. അവന്റെ പവർ, അവന്റെ ശക്തി എത്ര വലുതാണെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. And it is very necessary that we need to understand the great power of our God this morning. ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ കരങ്ങളിലുള്ളത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ. And so this morning shall we all hand over what is in our hands over to God. ഒരുപക്ഷെ നമ്മുടെ അല്പം കഴിവായിരിക്കാം. It could be the very limited talents that we have. നമ്മുടെ ജീവിതത്തിലെ അല്പ ബുദ്ധിയായിരിക്കാം. It could be the limited knowledge that we have. അല്പ ജ്ഞാനമായിരിക്കാം. It could be the limited knowledge that we have. അല്പം ധനമായിരിക്കാം. It is the limited money or funds that we have. അവന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ സമയം ഒന്ന് ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുമ്പോൾ വേണ്ടുവോളം ആക്കുവാൻ കഴിവുള്ള എൻ്റെ നിങ്ങളുടെ മാസ്റ്റർ. And so if we are willing and able to give that to our master, he is able to increase that. ഇന്ന് രാവിലെ സമയം നമ്മുടെ മുമ്പിലുള്ള വിഷയം എത്ര വലുതാണെങ്കിലും നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കൃപയുണ്ടല്ലോ. And so whatever the situation we may be facing that is great, there is that which he has given, that very little that we have in our hands. ആ ചെറിയ anointing ഉണ്ടല്ലോ. And so that little anointing that we have, അത് ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് അതിനോടൊന്ന് പൊരുതുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ ഒരു വിജയം ദൈവ ജീവിതത്തിൽ ഒരുക്കുക. and if we are prepared to stand alongside Jesus and stand against that, God will give that victory in our lives. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് Shall we all raise our hands and praise God? ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? And so God asked Moses, "What is it in your hands?" മോശ ദൈവത്തോട് പറയുകയാണ്, ഒരു വടി എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ വടി. And so Moses replies, "I have a rod." ദൈവം പറഞ്ഞു, അത് നിലത്തിടുവാനായിട്ട് പറഞ്ഞു. And God tells him, throw it on the floor, on the ground. ഒരു ഇടയന്റെ വടി. It is the rod of a shepherd. പിശാച് ഹല്ലേലൂയ മോശയോട് പറയാണ്, നിനക്കറിയാമോ നീ ഫറവോന്റെ ചെങ്കോൽ പിടിക്കേണ്ടവനാണ് എന്ന് ഹല്ലേലൂയ മന്ത്രിച്ചു കാണും. പിശാച് മോശയോട് മന്ത്രിച്ചു കാണും, നീ അടുത്ത് ഫറവോന്റെ ചെങ്കോൽ പിടിക്കേണ്ടവനാണ്. And so the devil might have whispered to Moses, you are to hold the scepter of Pharaoh next. Hallelujah. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ആ ഉണങ്ങിയ വടി ഉണ്ടല്ലോ, അത് നിലത്തിടുവാനായിട്ട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അത് യഹോവയുടെ വടിയായിട്ട് മാറുവാനായിട്ട് And so ഇടയായി. when God told Moses to lay down the rod in his hands, that became the rod of God. ഇന്ന് രാവിലെ സമയം നമ്മുടെ കയ്യിലുള്ള ചെറിയത് യാഗപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ
ദൈവം അതിൻ്റെ സ്ഥിതി മാറ്റുകയാണ്. And so, if we were to go before the altar of God with the little that we have in our hands, God is able to change the status of it. ദൈവം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ്. And so, God is able to change the physicality or the nature of it. അതിൻ്റെ നിലവാരത്തിന് മാറ്റം വരുത്തുവാനായിട്ട് പോകുകയാണ്. And so, God is going to change the nature or the status of that little. ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ, And so, this morning, pertaining to the passage that we are considering, 5 അപ്പത്തിന്റെയും 2 മീനിന്റെയും കൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പാസേജിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. and so God is teaching us through this passage about the 5 loaves of bread and the 2 fish. നമ്മൾ വായിച്ച വാക്യത്തിന്റെ ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, As we come to the conclusion of that passage, കർത്താവ് പറയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. so Christ Jesus is saying, do not labor for the food which perishes, but for the food which endures to everlasting life. ജീവിതത്തിൽ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ We മനസ്സിലാക്കണം. need to understand that we are called to the food that endures forever. ഈ ഒരു ട്രൂത്ത് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അവരെ ഇവിടം വരെ കൊണ്ടുവന്നത്. And so to be able to teach that truth is why Jesus brought them up until that point. നമ്മുടെ കണ്ണുകളൊന്ന് അടയട്ടെ. Shall we close our eyes? നമ്മുടെ കരങ്ങളിലുള്ള അല്പത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. And so, shall we put forward, hand over to the hands of God, that little which we hold in our hands. അതിൽ കൂടെ നമുക്ക് വലിയൊരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. And so we will be able to see a great miracle in our lives through that. അതാണ് 5 അപ്പവും 2 മീനും കൊണ്ടുള്ള ആ കാര്യത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കും. And so the Holy Spirit is reminding us through this passage about the 5 loaves of bread and the 2 fish. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും. And so do not labor for the food which perishes, but for the food which endures to everlasting life, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, which the Son of Man will give you. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. And so whatever concerns that we may have in our lives, shall we all hand it over to God? നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളും, That which troubles us, കർത്താവിനെ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും വിഷമം കർത്താവിൻ്റെ ജീവിതത്തിലുണ്ട്. is there anything too hard for God to resolve in our lives? ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവവചനം പഠിച്ചപ്പോൾ നമ്മളോട് സഹതാപം കാണിക്കുന്ന, മനസ്സലിയുന്ന, And this morning, as we study the Word of God, we see a God who has compassion, who shows pity, ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. a good God. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കും. And shall we surrender ourselves into His hands? ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് Shall we all stand where we are? ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. Shall we all pray to God? നമ്മുടെ എല്ലാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. Shall we submit all our cares, all our worries into His hands? ഒരു അശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. As we stand in a quiet atmosphere, ലോകം മുഴുവനും സമാധാനമില്ലാതെ ജനം വലയുമ്പോൾ, and so as we stand in the midst of conflict, and the world is in trouble and in sorrow, ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യാശ നൽകി തന്നിട്ടുണ്ട്. and God gives His children a hope, ഒരു ലിവിങ് ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. and He has given us a living hope, ഒരു ജീവനുള്ള പ്രത്യാശ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. and He has given us a living hope. ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കും. And so the Holy Spirit is reminding us that we need to go forward in boldness. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ,
നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലവാരത്തെയും നീ അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിച്ച നിൻ്റെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കയ്യിലുള്ള അല്പത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പാ, അതിൽ കൂടെ ഒരു വർധനവ് നൽകുവാൻ നിനക്ക് കഴിയുമല്ലോ കർത്താവേ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.